ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുള്ള ഭീകരാക്രമണത്തിൽ 28 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയും ഉൾപ്പെടും. കൊച്ചി ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30ഓടെയായിരുന്നു സംഭവം. സൈനിക വേഷം ധരിച്ചെത്തിയ ഒരു സംഘം ഭീകരർ പഹൽഗാമിലെ ബൈസാരൻ പുൽമേടുകളിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഹരിയാന സ്വദേശിയായ നാവികസേനാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. വിനയ് നർവാൾ ആണ് കൊല്ലപ്പെട്ടത്. 6 ദിവസം മുൻപാണ് വിനയ് നർവാളിന്റെ വിവാഹം നടന്നത്. ഭാര്യയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മരിച്ച മറ്റൊരാളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കർണാടകയിലെ ശിവമോഗ സ്വദേശിയായ മഞ്ജുനാഥിനെയാണ് തിരിച്ചറിഞ്ഞത്. ആക്രമണ സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളിൽ മൃതദേഹം ചിതറിക്കിടക്കുന്നത് കാണാം. നാട്ടുകാർ സഹായത്തിനെത്തിയപ്പോൾ പരിഭ്രാന്തരായി കരയുന്ന സ്ത്രീകളും ഉണ്ടായിരുന്നു. അടുത്ത ദൂരത്ത് നിന്നും അജ്ഞാതരായ തോക്കുധാരികൾ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തതാണ് നിരവധി പേർക്ക് പരിക്കേൽക്കാൻ കാരണമെന്നും ദൃക്സാക്ഷി വാർത്താ ഏജൻസിയോട് പറഞ്ഞു. പഹൽഗാം ഹിൽ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് ബൈസാരൻ പുൽമേട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കാൽനടയായോ കുതിരപ്പുറത്തോ മാത്രമേ എത്തിച്ചേരാൻ സാധിക്കൂ. ആക്രമണത്തിന് പിന്നാലെ സുരക്ഷാ സേന പ്രദേശം വളഞ്ഞു. പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തോയ്ബയുടെ പ്രാദേശിക സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഭീകരാക്രമണത്തെ തുടർന്ന് അമിത്ഷാ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. ആഭ്യന്തര സെക്രട്ടറി, ഇന്റലിജൻസ് ബ്യൂറോയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുകയുമുണ്ടായി. ജമ്മുകാശ്മീരിലെ പോലീസ് ഡയറക്ടർ ജനറൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥൻ വീഡിയോ കോൺഫറൻസിലൂടെ യോഗത്തിൽ പങ്കെടുത്തു. ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെ അമിത്ഷാ പഹൽഗാമിലേക്ക് തിരിച്ചു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ അത്യധികം ദുഃഖിതനാണെന്ന് അമിത്ഷാ എക്സിൽ കുറിച്ചിരുന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ടെന്നും പറഞ്ഞു. ഈ ഹീനമായ ഭീകരകൃത്യത്തിൽ പങ്കാളികളായവരെ വെറുതെ വിടില്ല. കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടിയും എടുക്കും. പ്രധാനമന്ത്രി മോദിയെ സംഭവത്തെക്കുറിച്ച് ധരിപ്പിക്കുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി വീഡിയോ കോൺഫറൻസിലൂടെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അടിയന്തര സുരക്ഷാ അവലോകന യോഗത്തിൽ ഉടൻ ശ്രീനഗറിലേക്ക് പോകുമെന്നും അമിത്ഷാ അറിയിച്ചു. ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള ആക്രമണത്തെ അപലപിച്ചിരുന്നു. സംഭവം വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. നമ്മുടെ അതിഥികൾക്ക് നേരെയുണ്ടായ ഈ ആക്രമണം വെറുപ്പുളവാക്കുന്നതാണ്. ഈ ആക്രമണം നടത്തിയവർ മൃഗങ്ങളാണ്, മനുഷ്യരല്ല, വെറുക്കപ്പെടേണ്ടവരാണ്. ഇതിനെ അപലപിക്കാൻ വാക്കുകളില്ല. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് എന്റെ അനുശോചനമെന്നും പറഞ്ഞു. പരിക്കേറ്റവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എന്റെ സഹപ്രവർത്തക സക്കീന ഇട്ടുവുമായി സംസാരിക്കുകയും അവർ ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഉടൻ ശ്രീനഗറിലേക്ക് മടങ്ങുമെന്നും ഉമർ അബ്ദുള്ള എക്സിൽ കുറിച്ചു. വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള റംബാനിൽ നിന്നും ശ്രീനഗറിലേക്ക് മടങ്ങി. വനങ്ങളും തെളിനീരുറവുകളും വിശാലമായ പുൽമേടുകളും കൊണ്ട് മനോഹരമായ പഹൽഗാം ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. താഴ്വരയിലെ ഏറ്റവും തിരക്കേറിയ ടൂറിസ്റ്റ് സീസണാണ് ഇത്. അടുത്തിടെ ജമ്മു കാശ്മീർ സന്ദർശിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു ഡിവിഷനിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് തീവ്രവാദം പൂർണ്ണമായും ഇല്ലാതാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. നുഴഞ്ഞുകയറ്റം ഒരു തരത്തിലും അനുവദിക്കില്ലെന്നും അദ്ദേഹം ഇതിനോടകം പറഞ്ഞിരുന്നു. എന്നാൽ ഭീകരാക്രമണത്തിൽ മലയാളികൾ ഉൾപ്പെടെ കൊല്ലപ്പെടുകയും 15ഓളം പേർക്ക് പരിക്കേറ്റതായിട്ടായിരുന്നു റിപ്പോർട്ടുകൾ വന്നത്. മരണനിരക്ക് ഉയരാനുള്ള സാധ്യതയുണ്ടെന്നും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറയുന്നുണ്ട്. കൊച്ചി ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനും മരിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. കുടുംബത്തോടൊപ്പം തിങ്കളാഴ്ചയാണ് രാമചന്ദ്രൻ കശ്മീരിലേക്ക് പോയത്. മറ്റു കുടുംബാംഗങ്ങൾ സുരക്ഷിതരാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ഹൈദരാബാദ് സ്വദേശിയായ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ മനീഷ് രഞ്ജൻ, കർണാടക ശിവമോഗ സ്വദേശിയായ മഞ്ജുനാഥ്, കൊച്ചിയിലെ നേവി ഉദ്യോഗസ്ഥൻ, ഹരിയാന സ്വദേശി ലഫ്റ്റനന്റ് വിനയ് നർവാൾ എന്നിവരും മരിച്ചതായി വിവരം ലഭിച്ചു. 2 വിദേശികളും 2 പ്രദേശവാസികളും കൊല്ലപ്പെട്ടതായും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബൈസരൻ പർവ്വത മേഖലയിലാണ് രാജ്യം നടുങ്ങിയ ആക്രമണം ഉണ്ടായത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് കൊല്ലപ്പെട്ടവരിലേറെയും. 2019 പുൽവാമയ്ക്ക് ശേഷം രാജ്യത്ത് നടക്കുന്ന വലിയ ഭീകരാക്രമണമാണ് പഹൽഗാമിലേത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ലഷ്കർ ഇ തോയ്ബ അനുകൂല സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ഏറ്റെടുക്കുകയുമുണ്ടായി. ഇന്നലെ ഉച്ച കഴിഞ്ഞ് 2:30ഓടെയായിരുന്നു ആക്രമണം ഉണ്ടായത്. ട്രെക്കിങ്ങിനെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ സൈനിക വേഷത്തിൽ തോക്കുമായി എത്തിയ ഭീകരർ എവിടെ നിന്നുള്ളവരാണെന്ന് ചോദിച്ച ശേഷം വെടിയുതിർക്കുകയായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ കശ്മീർ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശാനുസരണം നോർക്ക ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയതായി നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോലശ്ശേരി അറിയിച്ചു. ഈ സേവനം ഉപയോഗപ്പെടുത്തുന്നതിന് നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ 1800-42-53-939 എന്നീ നമ്പറുകൾ ബന്ധപ്പെടാം. കശ്മീരിൽ കുടുങ്ങിപ്പോയ സഹായം ആവശ്യമായവർക്കും ബന്ധുക്കളെ സംബന്ധിച്ച വിവരം തേടുന്നവർക്കും ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ വിളിച്ച് വിവരങ്ങൾ നൽകുകയും പേര് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാമെന്നും നോർക്ക റൂട്ട്സ് CEO അറിയിച്ചു.